നിങ്ങൾ നോക്കിക്കോ, 400 സീറ്റ് കിട്ടുമെന്ന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ 410 സീറ്റോടുകൂടി വീണ്ടും അവർ അധികാരത്തിൽ വരും. ഇവിടെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവില്ല, ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോ, റസൂലുള്ളാഹിയുടെ വാക്കനുസരിച്ച് ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിക്കും, ഈ മാതിരി ഇങ്ങനെ പള്ളികൾ ഇങ്ങനെ പൊളിച്ച് ഉള്ള പള്ളിയുടെ അടിയിലെല്ലാം തുറന്ന് എവിടെയപ്പോൾ അതുള്ള ഇതുള്ളതെന്ന് ചോദിച്ച് അന്വേഷിച്ച് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതി വൺ സൈഡായിട്ടുള്ള വിധിയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നിരാശയ്ക്കും ക്ഷമയ്ക്കും ഈ സഹനതയ്ക്കും ഒക്കെ ഒരു അന്ത്യം ഇല്ലേ? ഇതെങ്ങനെ തിരിച്ചടിച്ചാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങോട്ട് വന്നവർ ജീവിക്കാൻ വരികയാ, അങ്ങോട്ട് നേരിടാൻ ചെല്ലോട് മരിക്കാൻ ചെല്ലുകയാണ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ശ്രദ്ധിച്ചോ, അതിനു മുമ്പ് കാര്യത്തിന്റെ അപകടം ഒന്ന് മനസ്സിലാക്കിക്കോ. 913-18 കാലഘട്ടം ശ്രദ്ധിച്ചോളാം. 913-18 കാലഘട്ടം ഫലസ്തീനിക്ക് അല്ലാഹു തആല രക്ഷപ്പെടാനുള്ള പല വഴികളും കൊടുത്തിട്ടുണ്ട്. വിതരക്കാർ ഗൗരവത്തോടെ കേൾക്കണം, ഉറങ്ങേണ്ട പ്രസംഗം അല്ല ഇത്. പല പ്രാവശ്യം നമ്മൾ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന് സംസാരിച്ച ഒരു ശൈലി ആവില്ല ചിലപ്പോ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്. നമുക്ക് ഉറങ്ങാനുള്ള ടൈം അല്ല. ഫലസ്തീനിക്ക് കടലിലൂടെ നീന്തിയാൽ നേരെ മദീന സൗദി ചെന്ന് കയറാം. കടലിലൂടെ നീന്തിയാൽ കുറെ മരുഭൂമി താണ്ടിയാൽ സിറിയയിലേക്ക് ചെന്ന് കയറാം. കുറെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും താണ്ടിയാൽ അവർക്ക് ഈജിപ്തിലേക്ക് ചെന്ന് കയറാം. കുറെ മരുഭൂമിയും കുറെ തോട്ടങ്ങളും ഒക്കെ അവിടെ കടന്നാൽ ജോർദാനിൽ ചെന്ന് കയറാം. എന്ന് പറഞ്ഞാൽ ഫലസ്തീനിന്റെ ചുറ്റും ചങ്ങലക്കണ്ണികൾ പോലെ അറബി രാജ്യങ്ങളാണ്. എവിടെ കയറി ചെന്നിട്ട് സലാം ചൊല്ലിട്ട് ഞാൻ ഫലസ്തീനിയാണേ എന്ന് പറഞ്ഞാൽ ഈ രാജ്യക്കാരെല്ലാം അവരെ ആലിംഗനം ചെയ്ത് അകത്തുകൊണ്ടേ സ്വീകരിക്കും. പക്ഷേ ഫലസ്തീനി പോകുന്നില്ല, അത് വേറെ കാര്യം. നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നീ പൗരത്വരേഖ വേറെ ആർക്കും ഉള്ളതല്ല, നിനക്കുള്ളതാ. ഏക സിവിൽ കോഡ് വേറെ ആർക്കും ഉള്ളതല്ല, നിനക്കുള്ളതാണ്. ഉത്തരാഖണ്ഡിൽ കണ്ടില്ലേ, 3% ആദിവാസികളുള്ളൂ, അവർക്ക് ഏക സിവിൽ കോഡ് ബാധകമല്ല. പിന്നെ ആർക്കാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നത്? ഇവിടുത്തെ ഒരു മതവിഭാഗക്കാരുടെയും പൗരത്വം ഞങ്ങൾ ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട. മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വരേഖ വേണം. ആർക്കാണ് പൗരത്വരേഖ? നിനക്കാണ്. ആർക്കാണ് ഏക സിവിൽ കോഡ്? നിനക്കാണ്. ആർക്കാണ് തടങ്കൽ പാളയങ്ങൾ? അത് നിനക്കാണ്. എല്ലാം ഇസ്രായേലിനെ കണ്ട് പകർത്തുന്നതാ. ഈ നിലയ്ക്ക് നിന്നെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ. പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണല്ലോ എന്നുള്ള നിലയ്ക്ക് നീ പാകിസ്ഥാനിലേക്ക് അഭയം തേടി അങ്ങോട്ട് കടന്നു ചെന്നാൽ സലാം ചൊല്ലി നിന്നോട് ചോദിക്കും, നീ ആരാണ്? ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പ തലവിട്ടു. ഇന്ത്യക്കാരനായ നിന്നെ പാകിസ്ഥാൻ കണ്ട അപ്പ തലവിട്ടു. എനിക്ക് ഹജ്ജ് സർവീസ് ഉള്ള ആളാ, ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസോട് കൂടിയുള്ള സർവീസ് നടത്തുന്ന ആളാ ഞാൻ ഹാജിമാരെ കൊണ്ടുപോകുന്നുണ്ട്. പാകിസ്ഥാനികൾ എടുത്തിരിക്കുന്ന ബിൽഡിംഗ് ഞങ്ങൾ എടുക്കൂല. എന്ത്? യാതൊരു മയവും ഒരു ദയവുമില്ലാതെ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഹറമിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കുന്നത്. ഇതാണ് പാകിസ്ഥാൻ. രക്ഷപ്പെടുവോ? പിന്നെ നിനക്ക് എന്താണോ രക്ഷ? ഈ പള്ളിയുടെ അത്രയും നീളത്തിലുള്ള ട്രക്കർ നിങ്ങൾ കണ്ടു കാണും. നിങ്ങളുടെ വീട്ടിൽ എന്റെ പത്രത്തിലുണ്ടോന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വളർത്തുന്ന പത്രങ്ങളൊക്കെ പലതും ചിലപ്പോൾ ഇസ്രായേലിന് പണം കിട്ടുന്ന പത്രമായിരിക്കും. ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റിയോട് കൂടി ഇറങ്ങുന്ന അവിടുത്തെ ഒരു പത്രത്തിനകത്ത് ഞാൻ കണ്ടതായി പള്ളിയുടെ അത്ര നീളമുള്ളതായ ഒരു വലിയ ട്രക്കർ. അതിന്റെ പ്ലാറ്റ്ഫോമിൽ മനുഷ്യന്മാരെ ഇങ്ങനെ അടക്കിയിരുത്തിയിരിക്കുകയാണ്. അടിയിൽ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. കൈകാലുകൾ ബന്ധിച്ച് കണ്ണുകൾ മൂടിക്കെട്ടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൽ കൊണ്ടുപോകുന്ന ഫലസ്തീനി പുരുഷന്മാർ. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടക്കുന്ന ആ വണ്ടിയിൽ തകരത്തിന്റെ പ്ലാറ്റ്ഫോമില് ആ മനുഷ്യര് നഗ്നരായിട്ടിരിക്കുമ്പോൾ പൊള്ളുന്നതായ ഊര ഒന്ന് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയോ?
നിങ്ങളെല്ലാം ഈ കസേരയിൽ അകന്നകന്നിരിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെ അടുപ്പിച്ചിരുത്തിയിരിക്കുന്ന ഫോട്ടോയാ ഞാൻ കാണുന്നത്. അടുപ്പിച്ചിരുത്തിയിരിക്കുക. ഈ കൈകാലുകൾ ബന്ധിച്ച മനുഷ്യരെ ആ ട്രക്കറിന്റെ അകത്തേക്ക്, അതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ അടുപ്പിച്ച് കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും. കയ്യും കാലും കെട്ടിയ ഒരു മനുഷ്യനെ അതിലേക്ക് എങ്ങനെയാ കയറ്റുക, എങ്ങനെയാ ഇരുത്തുക? ഇനി ഇരുന്നു 2 മണിക്കൂർ നീ വെയിൽ കൊണ്ടാ മതി, നിന്നെ ഇനി കൊണ്ടേ ആക്കുന്നത് AC റൂമിലേക്കാണ്. അല്ല, അജ്ഞാത കേന്ദ്രം. ചുണ്ടിൽ ടേപ്പൊട്ടിക്കുകയാണ്, കൈകൾ ബന്ധിക്കുകയാണ്, കാലുകൾ ബന്ധിക്കുകയാണ്. വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കടാര കൊണ്ട് പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വരയും, അപ്പൊ തോലങ്ങ് പൊളിയും. വീണ്ടും അവിടെ തന്നെ വരയും, മാംസം വിടരും. വീണ്ടും അവിടെ തന്നെ വരയും, നട്ടെല്ലിന്റെ ജോയിന്റുകൾ വിടും. പച്ചയായ മനുഷ്യൻ. യശോമോനക്കം സൂവല്ലതാ. ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനയാണ് മുസ്ലിം സമൂഹമാകുന്ന ഫലസ്തീനി ഇസ്രായേലികളെ കൊണ്ടെന്ന് അനുഭവിക്കുന്നത്. കുഞ്ഞുങ്ങളെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ കടാരയുടെ മന കൊണ്ടിട്ട് അതിന്റെ ഒരു കണ്ണിന്റെ കൃഷ്ണമണി മാത്രം തോണ്ടിയെടുക്കും. കണ്ണിന്റെ ഒരു കൃഷ്ണമണി തോണ്ടുമ്പോൾ ആ കുഞ്ഞ് വിളിക്കുന്നത് ഉമ്മച്ചേന്നാണ്. സഹോദരിമാരെ, ആ വിളി കേൾക്കാൻ അതിന്റെ നൊന്തപറ്റ ഉമ്മ അടുത്തില്ലെങ്കിൽ നിന്റെ ഒക്കത്തിതാ കുഞ്ഞിരിക്കുന്നുണ്ട്, നിന്റെ ഭർതത്തുമ്പിൽ പിടിച്ചോണ്ട് നിന്റെ മോളിരിക്കുന്നുണ്ട്, നിന്റെ മക്കള് നിന്റെ കുടുംബത്തിലുണ്ട്. അല്ലാഹുവേ, എന്റെ ഐഡന്റിറ്റി ആണല്ലോ ഫലസ്തീനിക്കുള്ളത്. എന്താണ് അവരുടെ ഐഡന്റിറ്റി? അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. അതാണ് യഹൂദന് പറയാനുള്ള ആരോപണം. നിന്നെ പറ്റിയും ഇവിടെ ഉള്ളവർക്ക് പറയാനുള്ള ആരോപണം എന്താണ്? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിന്നെ പറ്റി പറയാനുള്ള ആരോപണം എന്താണ്? ഇവർ മുസ്ലിങ്ങളാണ്. അല്ലേ? മുസ്ലിങ്ങളാണ്. അല്ലാഹുവേ, എന്നെ പോലുള്ള എന്റെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ മക്കളെ ഇതുപോലെ ആക്രമിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ എന്നോടൊപ്പം താമസിക്കാൻ അനുവദിച്ചതായ അല്ലാഹു അക്ബർ. സുജൂദിലേക്ക് വീണ് നന്ദി പ്രകടിപ്പിച്ചോ. സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനെ വെടിവെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെയാണല്ലോ അല്ലാഹ് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീണോ. കൃത്യമായി നിസ്കാരം നിലനിർത്തിക്കോ. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ഭാര്യനെ ക്രൂരമായി വ്യഭിചരിക്കുമ്പോൾ, കശാപ്പ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂട്ടത്തിലുണ്ടല്ലോ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. സുജൂദിലേക്ക് വീണോ. ലൈൻ ശക്കറത്തും, അവിടെ കാണുന്ന അക്രമത്തിനും അനീതിക്കും, അവിടെ കാണുന്ന പീഡനങ്ങൾക്കും ദുരിതങ്ങൾക്കും നിന്നെ അല്ലാഹു തആല വിധേയനാക്കാതെ നിന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ശുക്ർ ചെയ്യാൻ, റഹ്മാനായ തമ്പുരാന് സുജൂദ് ചെയ്യാൻ നീ തയ്യാറുണ്ടെങ്കിൽ ലാസീദന്നക്കും, ഈ അനുഗ്രഹം നിനക്ക് നിലനിർത്തി തരാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകണമെന്ന് പറയുന്നവരുടെ മനസ്സിനെ അല്ലാഹു തആല മാറ്റിത്തരും. നിങ്ങളോട് അവർക്ക് സൗഹാർദ്ദതയും സ്നേഹവും ഉണ്ടാകും. നമ്മുടെ മുൻഗാമികൾ പാടുപെട്ട് നേടിയെടുത്ത ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല തരും. വലയിൻ ശക്കർത്തും, പലസ്തീനി എന്തും ചെയ്യട്ടെ, അവർക്കെന്തും അനുഭവിക്കട്ടെ, എനിക്കാരെ തട്ടിച്ചിട്ടാലും വേണ്ടില്ല തിന്നണം, ആരെ പറ്റിച്ചാലും വേണ്ടില്ല കാശുണ്ടാകണം, ഏത് അവളായാലും വേണ്ടില്ല ഏത് അവനായാലും വേണ്ടില്ല എനിക്ക് സുഖിക്കണം, ഉമ്മാനെ കൊന്നിട്ടാലും വേണ്ടില്ല എനിക്ക് മയക്കുമരുന്ന് വേണം. ഇന്ന അദാബി ലശദീദ്. നീ തെമ്മാടിത്തരത്തിലൂടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള നടപടി കടുപ്പമായിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കടുകടുപ്പമായ ഒരു വ്യാപകമാകുന്ന ഒരു ശിക്ഷയും കാര്യങ്ങളും ഈ രാജ്യത്ത് വന്നാൽ വിതുരക്കാര് ചേമ്പിന്റെ ഇട പോലെ നനയാത്തതുപോലെ വിതുരയിലേക്ക് നാശം വരാതെ നിങ്ങൾക്ക് നിലനിൽക്കണോ, അതിന് പറ്റിയൊരു ഒറ്റമൂലിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരാം. അപ്പൊ എന്താ പറഞ്ഞു വന്നത്?